ദൈവിക വിഷയങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നതിനും സ്വീകരിക്കുന്നതിനും അനുസരിക്കുന്നതിനും മനസ്സില്ലാത്തവരെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയുന്നു: ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു? അവർ ഏതിനോട് തുല്യം? ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി, നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ തുല്യർ. സാക്ഷാൽ ദൈവപുത്രൻ തന്നെ നേരിട്ട് അവരോട് അരുളി ചെയ്തിട്ടും സ്വന്തം നീതിയിലും പാരമ്പര്യത്തിലും ആശ്രയിച്ച് അതിൽ ഊറ്റം കൊണ്ടിരുന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും ജ്ഞാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളയുന്നത് കണ്ടിട്ട് കർത്താവ് പറഞ്ഞ വചനമാണിത്. സ്വയം നീതിയിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവനീതിയെ സ്വന്തമാക്കുന്നതിന് കഴിയില്ല. ദൈവത്തിൻ്റെ കരുണയെ അവർ തങ്ങൾക്ക് വ്യർത്ഥമാക്കുന്നു. മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളയുന്നതുകൊണ്ട് ദൈവത്തിനൊന്നും സംഭവിക്കാനില്ല. മനുഷ്യനാണ് അവൻ്റെ ഭാഗ്യമേറിയ നിത്യജീവൻ നഷ്ടമാകുക. ഒരിക്കലും അവസാനിക്കാത്ത നിത്യനരകം അവൻ അറിഞ്ഞോ അറിയാതെയോ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം സ്നേഹമായതുകൊണ്ടാണ് അവിടുന്ന് മനുഷ്യനെ ഇത്രമേൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നിരന്തരം മനുഷ്യനെ മടക്കി വിളിക്കുന്നത്. ആ ആഴമേറിയ സ്നേഹത്തിൻ്റെ അതിലേറെ ദൈവനീതിയുടെ വ്യക്തമായ പ്രകാശനമാണ് നാം കാൽവരി ക്രൂശിൽ കാണുന്നത്. താൻ തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യകുലത്തിന്മേലുള്ള സകല പാപത്തിൻ്റെ ശിക്ഷകളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവനീതിയെ നിവർത്തിച്ച മനുഷ്യന് ജീവരക്ഷ ഒരുക്കി നൽകിയെന്നത് ദൈവത്തിൻ്റെ കൃപയും കരുണയും അതിലേറെ നീതിയും സ്നേഹവുമാണെന്ന് തിരിച്ചറിയുക. തിരിച്ചറിവില്ലാത്ത മനുഷ്യൻ ആ സ്നേഹത്തെ, ആ കൃപയെ നിരന്തരം തള്ളിക്കളയുകയാണ്. ഇതിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. എന്നാൽ സ്വന്തം പുത്രനെ തകർത്ത് മനുഷ്യന് ജീവരക്ഷ ഒരുക്കിയ ദൈവം ആ രക്ഷ തള്ളിക്കളയുന്ന മനുഷ്യന് മറ്റൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാറ്റമില്ലാത്ത അന്ത്യന്യായവിധിയാണ്. ദൈവം കൃപ തോന്നി ഒരുക്കി നൽകിയ ഈ മഹാരക്ഷയെ വിശ്വാസത്തോടെ സ്വീകരിച്ച് ജീവരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്നതിന് സ്വന്തം വഴികളിലൂടെ നടക്കുന്നവർക്കൊരു ന്യായവിധിയുണ്ട്. ദൈവവചനം പറയുന്നു: ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. തികച്ചും നശ്വരമായ ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്കൊരു നിത്യതയുണ്ട്. അതെങ്ങനെയായിരിക്കണം തീരുമാനിക്കാനുള്ള സമയമാണ് ഈ ലോക ജീവിതം. തീരുമാനമെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് വിട്ടു തന്നിരിക്കുന്നു. ദൈവം കൃപ തോന്നി മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി ഇത്ര വലിയ രക്ഷ ഒരുക്കിയിട്ടും അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കി ആ രക്ഷയെ സ്വന്തമാക്കിയില്ല എങ്കിൽ നഷ്ടം മനുഷ്യന് മാത്രമാണ്. നാം അനുസരിച്ചാലും ഇല്ലെങ്കിലും ആത്യന്തികമായി ദൈവത്തിൻ്റെ പദ്ധതികൾക്കൊരു മാറ്റവുമില്ല. എന്നാൽ ദൈവവചനം വിശ്വസിച്ച് തീരുമാനമെടുത്ത് യേശു കർത്താവിൽ ആശ്രയിക്കുന്നവരെ വിശുദ്ധിയിൽ നിരന്തരം വളർത്തുന്നതിന് ദൈവം പരിശുദ്ധാത്മാവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ അനുസരിക്കുവാൻ മനസ്സുള്ളവരെ ദൈവം തൻ്റെ ഹിതപ്രകാരം പണിതെടുക്കും. അതിനായി സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക.